ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹൊന്നവറിലോട്ട് പോയ ഒരു കഥേനെ പറ്റിയിട്ടാണ്. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് മാത്രമായിട്ടൊരു പ്രൈവറ്റ് ഒരു ബോട്ട് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഏകദേശം കേരളത്തിനോട് സാമ്യമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഹൊന്നവർ എന്ന് പറയുന്നത്. 1 അവറോളമുള്ള ഈ ബോട്ട് യാത്രയിൽ നമുക്ക് അവർ ആമ്പൽക്കുളവും ഈ ലില്ലിയുടെ കുളവും അതുപോലെ കുറേ ഫോട്ടോസൊക്കെ അവർ ഇതിൻ്റെ കൂടെ എടുത്തു തരും. അതെല്ലാം ആ പൈസയിൽ ഇൻക്ലൂഡഡ് ആണ്. ബോട്ടിൽ കയറിയപ്പോഴാണ് ഒരു സർപ്രൈസ് എന്ന പോലെ നമ്മളെ ഇത് പാട്ട് വെച്ചത് ഞാൻ ശ്രദ്ധിച്ചത്. ആളുടെ വിചാരം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതെന്ന് കൊണ്ടാകണം. എനിക്ക് തമിഴ് സോങ്സാണ് അധികം ഇട്ട് തന്നിരുന്നത്. ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഒറ്റയ്ക്കൊരു ബോട്ട് എടുക്കുന്നത് മണ്ടത്തരല്ലേന്ന്. അല്ല കേട്ടോ. കാരണം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഗ്രൂപ്പായി വരുന്ന ചെറിയ ചെറിയ ബോട്ടുകൾക്ക് വരെ ഒരു 2000 രൂപയാണ് ഈടാക്കിയിരുന്നത്. എൻ്റെ ഈ വേഷവും ആ സംസാരവും ആ രീതിയൊക്കെ കണ്ടിട്ടായിരിക്കണം അവരെന്നെ ഒരു വലിയ ട്രാവൽ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് കണ്ടത്. എൻ്റെ ഈ സെൽഫി സ്റ്റിക്ക് എൻ്റെ ഈ സെൽഫി സ്റ്റിക്ക് കണ്ടിട്ടായിരിക്കണം എനിക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ഒരു തമിഴ് ലുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തമിഴ് പാട്ടുകളാണ് എനിക്കത് ഇട്ട് തന്നിരുന്നത്. ഒരു ഡാൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പാട്ടുകളാണ് അധികം ക്രിയേറ്റ് ചെയ്തിരുന്നത്. പാതി ഇംഗ്ലീഷും പാതി ഹിന്ദിയിലും ആളെനിക്ക് പറഞ്ഞു തന്നത്. നമ്മൾ 1 അവറിൽ ഇത് മൊത്തം ചുറ്റി കാണും. ഒരു ലിലി ഉള്ള ഒരു സ്ഥലമുണ്ട്, കുറച്ച് ലിലി തോട്ടം പോലെയുള്ള സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് ചേട്ടൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനും വേണ്ടിയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു തരും. ആൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറൊക്കെ പോലെയാണ്, നല്ല ഫോട്ടോസാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു. സോ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അധികവും ഇവിടെ കപ്പിൾസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പ്രൈവറ്റായിട്ട് ബോട്ട് എടുക്കാറുള്ളത്. എന്തായാലും സംഭവം കള്ളായിരുന്നു. ആളെന്നെ ഹാപ്പി ആക്കിയിട്ടാണ് വിട്ടത്. നമ്മുടെ കേരളത്തിൻ്റേതായ ഒരു പ്രകൃതി ഭംഗി ഉള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ ബോറടിക്കാത്തൊരു ഇതായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ ഒരുപാട് ശബ്ദം കേൾക്കുമെങ്കിലും ആ പാട്ടിൻ്റെ ഒച്ചയിൽ ആ ബോട്ടിൻ്റെ ശബ്ദമൊക്കെ മുങ്ങിപ്പോയിരുന്നു കേട്ടോ. അതിന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുമൊക്കെ അവരെ സ്വന്തമായിട്ടുള്ള സ്പീക്കറിൽ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നമ്മൾ ആ മാംഗ്രൂവ് ഫോറസ്റ്റൊക്കെ എത്തുമ്പോൾ ഞാൻ ചേട്ടനോടൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം പുതിയതായി കിളിർത്ത് വരുന്ന ആ മാംഗ്രൂവ് റൂട്ട്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ പോയത് പിച്ചാവരം മാംഗ്രൂവ് ഫോറസ്റ്റിലായിരുന്നു. അതിനേക്കാട്ടും കുറച്ചുകൂടി എനിക്ക് ഭംഗി എനിക്ക് തോന്നി ഇവിടെ ഹൊന്നവാരയിൽ. നമുക്ക് ഹൊന്നവാരയിൽ വേണമെങ്കിൽ സ്കൂട്ടി റെൻ്റ് എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് ട്രെയിൻ ഉണ്ട്. നമ്മൾ ഗോകർണയ്ക്കും ഗോവയ്ക്കൊക്കെ പോകുന്ന പോലെ ഡയറക്റ്റ് ട്രെയിൻ അങ്ങോട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നാൽ അവർ തന്നെ നമ്മളെ പൊക്കിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മൾ കുറച്ച് മുന്നേ നിർത്തിയിട്ട സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ചേട്ടൻ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് എന്നെ തന്നെ ഒരു ഇത് തോന്നി. കാരണം അത്യാവശ്യം നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് ആൾ ഫോട്ടോ എടുത്തു തരുന്നത്. നമ്മളടുത്ത് പോസ് ചെയ്യാനും അതുപോലെ ആ ക്യാമറ ആംഗിളൊക്കെ പിടിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആൾ അത്യാവശ്യം നല്ല പ്രൊഫഷണലാണെന്ന്.
അത്യാവശ്യം പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസൊക്കെ കളിക്കാനുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര നാണമാണ്, ഞാൻ ഡാൻസൊന്നും കളിച്ചില്ല. ഞങ്ങളത് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ചേട്ടനടുത്ത് പറഞ്ഞു, ചേട്ടാ നമ്മൾ പറഞ്ഞ ആമ്പല്ല സ്ഥലത്തേക്ക് പോവാം. അതിന് മുന്നേ നമ്മൾ ഈ ഇങ്ങനത്തെ മാംഗ്രൂവ് റൂട്ട്സിൻ്റെ ഏരിയയൊക്കെ എത്തിയപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറഞ്ഞു. കാരണം നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളല്ലേ. അത്യാവശ്യം മെഡിസിനൽ വാല്യൂസ് ഉള്ള സാധനങ്ങളാണ് ആ മാംഗ്രൂവ് റൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഒറ്റ വേര് കൈ കിട്ടിയാൽ തന്നെ പല പല അസുഖങ്ങൾക്ക്, ഒരു നമ്മൾ 90% അസുഖങ്ങൾക്കുള്ള ക്യൂറ് ഈ മാംഗ്രൂവ് റൂട്ട്സിനുണ്ട്. ഇത് ഞാൻ വേറൊരു സ്ഥലം പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്ത് തന്നെ ഒരു മാംഗ്രൂവ് ബോർഡ് വാക്ക് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അത്യാവശ്യം ഇതുപോലത്തെ ഇൻഫോർമേഷനും അതുപോലെ മാംഗ്രൂവ് ഫോറസ്റ്റും ഉള്ളൊരു ഏരിയ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലിലിയുള്ള സ്ഥലത്തോട്ടാണ്. അത് നമ്മളീ പോകുന്നത് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയാണ്. അതിൻ്റെ പുതിയതായി കിളിർത്ത് വരുന്ന റൂട്ട്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളീയരെ പോലെയല്ല, അവർ അത്യാവശ്യം ആ ഏരിയ ഒക്കെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും എനിക്ക് ആ കർണാടക ടൂറിസത്തിനോട് കുറച്ചും കൂടിയും റെസ്പെക്റ്റ് തോന്നിയത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവർ ലോക്കൽസിനെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ടൂറിസ്റ്റിനെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രൈവറ്റ് ബോട്ടിങ്ങിൻ്റെ ആൾക്കാർക്ക് ഒരു ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കൊള്ളാമല്ലേ. എന്തായാലും ചേട്ടൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എനിക്ക് ആമ്പലൊക്കെ പൊട്ടിച്ചിട്ട് ഒരു മാലയൊക്കെ ഉണ്ടാക്കി തരാം, അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് തരാം, മോൾ അവിടെ ഇരുന്നോളൂ. ഇങ്ങനെ ഫോട്ടോസൊന്നും എടുക്കണമെന്നില്ല, ഞാൻ തന്നെ നിനക്ക് നല്ല വീഡിയോസ് എടുത്തു തരാം. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കാണത്തില്ല എന്നാ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഇതൊക്കെ അവരുടെ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആളെനിക്ക് എന്താ പറയുക, ചേട്ടാ എനിക്ക് ഇതുകൊണ്ട് മാല ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആള് ഒന്നും നോക്കിയില്ല. ആളവിടെ ഇരുന്നിട്ട് മറ്റേ അതിൻ്റെ കൊതുമ്പ് പോലത്തെ സാധനം അവിടെ വെച്ചിട്ട് വേഗം എനിക്ക് മാലയൊക്കെ ഉണ്ടാക്കി തന്നു. എനിക്ക് 2 പൂവ് ആൾ പൊട്ടിച്ചു തന്നു. എനിക്ക് 2 പൂവ് വേണം പറഞ്ഞപ്പോൾ 2 പൂവ് ആളെനിക്ക് എടുത്തു തന്നു. അത്യാവശ്യം എന്താ പറയുക ഇറങ്ങാൻ പറ്റുന്ന വെള്ളമാണെങ്കിലും ആൾ എന്താ പറയുക ആ ഒരു ബോട്ടൊക്കെ നിയന്ത്രിച്ച് നമുക്ക് ആ ഒരു വെള്ളത്തിൽ തൊടാനും ആ രീതിയിലേക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചേറുള്ള ഏരിയ ആയിരുന്നു, എങ്കിലും നമ്മൾ പറഞ്ഞ സംഭവമൊക്കെ ആൾ ചെയ്തു തരുന്നുണ്ടായിരുന്നു. എനിക്കിത് കാണുമ്പോൾ നമ്മളെ മറ്റേ പാട്ടില്ലേ, അത് അല്ലി അമ്പൽ കടവിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ആ വൈബ്, 90s ആ ഒരു ടൈമിൻ്റെ ഒരു ഫീൽ എനിക്ക് നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ആ എന്താ പറയുക ഒരു പുതിയ മണ്ണിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്തൊരു ഏരിയ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹൊന്നവാര ഒരു വില്ലേജ് ഏരിയ ആണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നഗരമൊന്നുമല്ല, ഒരു വില്ലേജ് ഏരിയ ആണ്. എന്നാൽ കൂടി നമ്മുടെ ആ കേരളത്തിൻ്റെ ഒരു തനിമ കൂടി എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണോ അറിയില്ല, നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എനിക്കതെന്തായാലും അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി. എനിക്ക് തിരിച്ചു പോകാൻ കയറിയ സമയത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചു പോയാൽ മതി എന്നുള്ളതായിരുന്നു. കാരണം 1 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, ഈ വെള്ളത്തിൽ ചുറ്റിയിട്ടിപ്പോൾ 1 മണിക്കൂർ എന്ത് കാട്ടാനാണ് ദൈവേ എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ചേട്ടൻ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ, ഇംഗ്ലീഷിലും കന്നഡയിലും ഹിന്ദിയിലൊക്കെ അറിയാവുന്ന രീതിയിൽ അത്യാവശ്യം അത്ര ലാംഗ്വേജ് ആൾക്ക് അത്ര പിടുത്തമില്ലെങ്കിലും അറിയാവുന്ന ഭാഷയിൽ ആളെനിക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെ പോകണമെന്നും ഇനി എന്തെല്ലാം കാണണം അങ്ങനെയൊക്കെ. ഹൊന്നവാരയിൽ ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അവിടുത്തെ മാംഗ്രൂവ് ഫോറസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് അസുഖങ്ങൾക്ക് ക്യൂറായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാംഗ്രൂവ് റൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്കത് പറിച്ചെടുത്ത് കൊണ്ടുപോയി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വെക്കാം. വീട്ടിൽ വെച്ചാൽ വളരത്തില്ല, എങ്കിൽ പോലും നമുക്കത് പറിച്ചെടുത്ത് ഉണക്കി പൊടിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും അത് ചെയ്യാം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് കർണാടക ടൂറിസത്തിനോട് ഒരു രക്ഷയില്ല. പ്രൗഡ് ഓഫ് കർണാടക. അങ്ങനത്തെ കാര്യത്തിൽ എന്തോ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഇവർക്കും അത്യാവശ്യം ലാഭമുള്ള കാര്യമാണ്, അത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അത്യാവശ്യം ആ മറ്റേ ചെമ്മീൻ പോലത്തെ സാധനങ്ങളും അതുപോലെ ചെറിയ ക്രാബ്സും അതുപോലെ മീനുകളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഇവിടെ ആയിട്ട് ഈ ബോട്ടുകളൊന്നും പോവാത്ത ഏരിയയിൽ ഇവർ മീൻ പിടിക്കുന്നതും അതുപോലെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവർ മുങ്ങിത്താണ് ആ ഒരു എന്താ പറയുക ഓൾഡ് ഫാഷൻ വേയിൽ തന്നെ അവരത് ചെയ്യുന്നത് കാണാൻ നല്ലൊരു രസമായിരുന്നു. വെള്ളത്തിൽ പകുതി മുങ്ങി താണിട്ട് അങ്ങനെ. ഇത് ഞാൻ അവരത് മാത്രം കണ്ടൊരു സംഭവമാണ്. പക്ഷെ എനിക്കൊരു ആലപ്പുഴ വൈബ്സാണ് ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നത്.
ഇവരുടെ പേരെന്ന് പറയുന്നത് ശരാവതി ബാക്ക് ക്വാർട്ടേഴ്സ് എന്നൊരു ഇതാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ പിന്നാലെ കൂടും, നിങ്ങൾക്ക് ഇത്ര റേറ്റിൽ ചെയ്തു തരാം, അത്ര റേറ്റിൽ ചെയ്തു തരാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇവരെ തന്നെ പിടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും വൃത്തിയും മെനയിലും ഒരു ഫോട്ടോ എടുക്കുന്നത് ഞാൻ വേറെ ആരും കണ്ടില്ല. ഈവൻ ഫോർ എന്താ പറയുക, ഒരു ഹണിമൂൺ ട്രിപ്പിന് പോലും പോകുന്ന ആൾക്കാർ ഞാൻ ശ്രദ്ധിച്ചു, അവരൊക്കെ ഇങ്ങനെ ബോറടിച്ചിട്ടായിരിക്കുന്നത്. ഒരു പാട്ട് പോലും ആ പാവങ്ങൾക്ക് വെച്ച് കൊടുക്കുന്നില്ല അപ്പുറത്തെ ബോട്ടിലൊന്നും. ഞാൻ പ്രൈവറ്റ് ബോട്ടിൽ ഇതുപോലെ പാട്ടൊക്കെ വെച്ച് ആടി തിമർത്തിട്ടാണ് പോകുന്നത്. എന്തായാലും പൊളി പറഞ്ഞ പൊളി, 1000 റുപ്പീസിന് ഇത് വെർത്താണ്. നമ്മുടെ കേരളത്തിലൊക്കെ ആലപ്പുഴ ബോട്ടിങ്ങിനൊക്കെ 3500 5000 ഈടാക്കുന്ന സമയത്ത് 1 അവറിന് ഈ 1000 1500 എന്ന് പറയുന്നത് ടോട്ടലി വർത്താണ്. നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഒരു 4 പേര് 5 പേരൊക്കെ ആണെങ്കിൽ 500-ൽ താഴെ രൂപയാണ് നമുക്ക് കയ്യിൽ നിന്ന് എടുക്കേണ്ടുള്ളൂ. പിന്നെ ഒരു അപ്ഡേറ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള ആമ്പൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ സാഡ് ഗായ്സ്, അത് ഉണങ്ങി എന്താ പറയുക, അത് പൂവായതാ തണ്ട് ഏതാണെന്ന് അറിയാത്ത വിധത്തിലൊരു കറുത്ത കളറിലുള്ളൊരു ജസ്റ്റ് ഒരു നൂല് പോലെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ ഗോകർണയിൽ 1 വീക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 5 ഡേയ്സ് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. 3 ഡേയ്സ് മാത്രമാണ് എനിക്ക് കറങ്ങാൻ കിട്ടിയത്. അതിൻ്റെ ബാക്കി 5 ഡേയ്സ് എന്ന് പറയുന്നത് ഞാൻ അവിടുത്തെ ഹോം സ്റ്റേയുടെ പ്രൊമോഷന് വേണ്ടി പോയതായിരുന്നു. ഈ 3 ഡേയ്സ് ഞാൻ ഈ ചുറ്റി കണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഹൊന്നവാര എന്ന് പറയുന്നത്. ഇതിലെ തന്നെ അടുത്തൊരു സ്ഥലം കൂടിയുണ്ട്, അതാണ് ഈ മാംഗ്രൂവ് ബോർഡ് വാക്ക്. അതുപോലെ ഒരു ഇക്കോ ബീച്ച് ഉണ്ട്. ഇക്കോ ബീച്ച് എന്ന് പറഞ്ഞാൽ തനി ബീച്ച് തന്നെ, അതിനടുത്ത് തന്നെ കിടക്കുന്ന സ്ഥലമാണ്. ഇക്കോ ബീച്ച് ഫ്രീ ആണ്. മാംഗ്രൂവ് ബോർഡ് വാക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 10 രൂപയാണ്. ഈ അടുത്ത് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് നടന്നു പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്. വേണ്ട, നിങ്ങൾക്ക് ഓട്ടോ വിളിച്ചാലും നല്ലതാണ്. അവരധികം 10-20 രൂപ ഒക്കെ തന്നെ എടുക്കുന്നുള്ളൂ. കിലോമീറ്റർ കണക്കിന് 30 രൂപയൊന്നും അവർ എടുക്കുന്നില്ല. സോ അത്രയേ ഉള്ളൂ ഗായ്സ്. നമ്മൾ തിരിച്ച് എത്താനുള്ളൊരു സമയമായിട്ടുണ്ട്. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഇനി വിടുന്നത് മാംഗ്രൂവ് ബോർഡ് വാക്കിലേക്കാണ്. കാരണം എനിക്ക് എത്തുവരെയായി ആ ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ആയി ആ മാംഗ്രൂവ് റൂട്ട്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അറിയണമെന്ന്. അതൊന്ന് പൊട്ടിച്ച് കൊണ്ടുപോയി ഒന്ന് മണക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഞാനത് ബാഗിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതേ സ്ഥലത്ത് എത്തി. ആ ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ മുത്താണ്. എനിക്ക് ബോട്ടിങ് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അവരുടെ ആ റേറ്റ് കേട്ടിട്ട്, ഞാൻ പുറമേ നിന്ന് റേറ്റ് കേട്ടപ്പോൾ 1500 2000 പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല പറഞ്ഞ അവസാനം ഇവരെന്നെ പിടിച്ചു കൊണ്ടുപോയ ആൾക്കാരാണ്. എന്തായാലും കൊള്ളാം. നിങ്ങൾ പോവുകയാണെങ്കിൽ इवरे തന്നെ സമീപിക്കണേ. सुबह 6 बजे से शाम को 6 बजे तक रहते हैं, सनराइज से सनसेट तक। अच्छा, आप होनावर आ गए तो सब लोग इधर आके बोट राइडिंग करके जा सकते हैं। चीप एंड बेस्ट मिल जाएगा, होनावर राइड होगा और फोटोस वीडियो सब निकाल कर देंगे हम लोग। थैंक यू. ഇങ്ങനെ അൺപ്ലാൻഡ് ആയിട്ട് സോളോ ട്രിപ്പ് അടിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അല്ലേ? സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും, അടുത്ത യാത്രയുമായുള്ള വിശേഷങ്ങളുമായി പങ്കുവെക്കുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമുണ്ട്, ഞാൻ അവിടെയാണ് അധികം ആക്റ്റീവ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഇതുപോലെ ഇങ്ങനെ വോയിസ് ഓവറും എഡിറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഇനാക്റ്റീവാണ്. സോ അത് താഴെ കൊടുക്കാം. ഓക്കേ.